എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. +2 ഹിസ്റ്ററി. നിങ്ങൾ +2 ഹിസ്റ്ററി പരീക്ഷ അഭിമുഖീകരിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളായിരിക്കാം. അതായത് 2025 +2 പബ്ലിക് എക്സാം അഭിമുഖീകരിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളായിരിക്കാം. ഹ്യൂമാനിറ്റീസ് എടുത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് 100% ഷുവർ ക്വസ്റ്റ്യൻസും. ഈ ചോദ്യങ്ങൾ പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്. ഇനി നിങ്ങൾക്ക് നല്ല മാർക്ക് ഉറപ്പാണ്. ഞാൻ വെറുതെ പറയുന്നല്ല, ഒരു കാര്യം ഞാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് പറയാം. ഞാൻ ഹ്യൂമാനിറ്റീസ് പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. 2024 കഴിഞ്ഞ വർഷമാണ് ഞാൻ പഠിച്ചിറങ്ങിയത്. ഞാൻ 2024 കഴിഞ്ഞ വർഷമാണ് ഹ്യൂമാനിറ്റീസ് പഠിച്ചിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ചോദ്യങ്ങൾ എന്തായാലും ഒരു 90-95% എന്തായാലും നിങ്ങളുടെ പരീക്ഷ പേപ്പറിൽ കാണും. കാരണം നമ്മളും ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ +2 മോഡൽ എക്സാമിനായാലും പബ്ലിക് എക്സാമിനായാലും ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെ പാഠമാണ്. ഇതിൽ നിങ്ങൾക്ക് ഹാരപ്പൻ സിവിലൈസേഷൻ ആണ് പഠിക്കാനുള്ളത്. അതിൽ നിങ്ങൾക്ക് 8 മാർക്കിനായിട്ട് ഒരു എസ്സേയുടെ ഭാഗത്ത് ഒരു 90-95% ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് മോഹൻജദാരോ ഒരു ആസൂത്രിത നഗരകേന്ദ്രം. മോഹൻജദാരോ ഒരു ആസൂത്രിത നഗരകേന്ദ്രം. എന്തുകൊണ്ടാണ് മോഹൻജദാരോ ഒരു ആസൂത്രിത നഗരകേന്ദ്രമായി മാറിയത് നമുക്ക് നോക്കാം. ഹാരപ്പൻ സംസ്കാരത്തിലെ ഏറ്റവും പ്രശസ്തമായ സൈറ്റാണ് മോഹൻജദാരോ. ഹാരപ്പൻ സംസ്കാരത്തിലെ നഗരാസൂത്രണം, വീടുകൾ, മുദ്രകൾ എന്നിവയ്ക്കുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് മോഹൻജദാരോയിൽ നിന്നാണ്. സിന്ധുവിലെ ലർക്കാന ജില്ലയിലെ സിന്ധു നദിയുടെ തീരത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. മോഹൻജദാരോ എന്ന പദത്തിൻ്റെ അർത്ഥം മരിച്ചവരുടെ കുന്നാണ്. മൗണ്ട് ഓഫ് ദി ഡെഡ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ നഗരത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് കോട്ട, ഒന്ന് കീഴ്പട്ടണം. കോട്ട നമുക്ക് നോക്കാം. നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഇഷ്ടികകൾ കൊണ്ട് ഉയർത്തിക്കെട്ടിയ ഒരു പ്ലാറ്റ്ഫോമാണ്. കോട്ട നഗരത്തിന് കീഴ്പട്ടണത്തിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. മതിലുകൾ കെട്ടിയിരിക്കുന്നത്. കോട്ടയും കീഴ്പട്ടണവും വേറെ തന്നെയാണെന്നർത്ഥം. മൺകട്ടകൾ കൊണ്ടുള്ള തടികൾ മുഖേനയാണ് കോട്ടകൾ പണിയിച്ചത്. മണ്ണ് കൊണ്ടുള്ള കട്ടകൾ കൊണ്ടാണ് കോട്ട നിർമ്മിച്ചത്. കോട്ടയിലെ കെട്ടിടങ്ങൾ പൊതുലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചതായി കരുതുന്നതാണ് കോട്ടയിലെ കെട്ടിടങ്ങൾ. ഇതിലെ പ്രധാന കെട്ടിടങ്ങൾ ദാനിപ്പുരയും പിന്നെ ഗ്രേറ്റ് ബാത്ത്, വലിയ കുളം എന്നൊക്കെ ഇതിനെ പറയുന്നുണ്ട്. അത് കോട്ടയ്ക്കുള്ളിലെ പൊതു കെട്ടിടമാണ് ഇത്. നമുക്ക് കലവറ നോക്കാം. ദാനിപ്പുര മോഹൻജദാരോയിലെ ഏറ്റവും വലിയ കെട്ടിടമാണ് ഇത്. കെട്ടിടത്തിൻ്റെ കീഴ്ഭാഗം ഇഷ്ടികകൾ കൊണ്ടും മുകൾ ഭാഗം തടികൾ കൊണ്ടുമാണ് നിർമ്മിച്ചത്. കീഴ്ഭാഗം ഇഷ്ടികകൾ കൊണ്ടും മുകൾ ഭാഗം തടികൾ കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. മിച്ചം വരുന്ന ഭക്ഷണസാധനങ്ങൾ ഇവിടെ സൂക്ഷിച്ചു വെക്കുന്നു. വലിയ കുളിപ്പുര, ഗ്രേറ്റ് ബാത്ത് എന്നൊക്കെ പറഞ്ഞാണ് അടുത്തത്. നമുക്ക് നോക്കാം. മോഹൻജദാരോയിലെ കോട്ടയ്ക്കൾക്കുള്ളിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊതു കെട്ടിടമാണ് വലിയ കുളിപ്പുര. ദീർഘചതുരാകൃതിയിലുള്ള ഒരു വലിയ കുളമാണിത്. 4 വശവും ഇടനാഴിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. കുളത്തിലേക്ക് ഇറങ്ങുന്നതിന് വടക്ക് തെക്ക് ഭാഗത്ത് പടവുകളുണ്ട്. കുളത്തിലെ ജലം ചോർന്നു പോകാതിരിക്കാൻ അതിൻ്റെ അകത്ത് ഇഷ്ടികയും ചാന്തും കൊണ്ടുള്ള ഉറപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ 3 വശവും മുറികളുണ്ട്. ഒരു മുറിയിലെ വലിയ കിണറ്റിൽ നിന്നാണ് കുളത്തിലേക്ക് വെള്ളം എത്തിച്ചേരുന്നത്. മലിനജലം, അഴുക്ക് ജലം ഒരുക്കി കളയുന്നതിന് പ്രത്യേക സംവിധാനമുണ്ട്. അനുഷ്ഠാനപരമായ വേണ്ടിയുള്ള കുളിപ്പുര ഉപയോഗിച്ചെന്ന് കണക്കാക്കപ്പെടുന്നു. ഹാരപ്പൻ ജനത ശുചിത്വത്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്നതിലൂടെ വ്യക്തമാണ്. നമുക്ക് കീഴ്പട്ടണം നോക്കാം. ഗാർഹിക വാസ്തുവിദ്യ എന്ന ചോദ്യം കണ്ടാലും മോഹൻജദാരോ ഒരു ആസൂത്രിത നഗരകേന്ദ്രം എന്ന ചോദ്യം വരുമ്പോഴും അതിൽ കുളിപ്പുരയ്ക്ക് പകരം ചിലപ്പോൾ കാണിക്കുന്നത് ഗാർഹിക വാസ്തുവിദ്യ എന്നായിരിക്കാം. അങ്ങനെ കാണിച്ചാലും അതെന്ത് തന്നെയാണ്? കീഴ്പട്ടണം തന്നെയാണ്. മോഹൻജദാരോ നഗരത്തിന് കിഴക്കു ഭാഗത്ത് കോട്ടയ്ക്ക് താഴെയാണ് കീഴ്പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഇത് മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇത് ഒരു അധിവാസ മേഖലയാണ്. ഗിൽഡ് സമ്പ്രദായത്തിൽ ജാലിക മാതൃകയിലാണ് ഇവിടെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്രകാരം റോഡുകൾ മട്ടകോണാകൃതിയിൽ പരസ്പരം മുറിച്ച് കടന്നിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. റോഡുകളുടെയും ഇടവരികളിലൂടെയും അരികിലാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ വീടുകളിലും ഒരു നടുമുറ്റവും അതിന് ചുറ്റുമായി മുറികളും ഉണ്ടായിരുന്നു. പാചകം, നെയ്ത്ത് തുടങ്ങിയ പ്രവൃത്തികൾ നടുമുറ്റത്ത് വെച്ച് നടത്തിയത്. നടുമുറ്റം കാണുന്ന രീതിയിലായിരുന്നില്ല വാതിലുകളുടെയും ജനാലകളുടെയും നിർമ്മാണം. ഹാരപ്പൻ ജനത സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഇതിലൂടെ വ്യക്തമാകുന്നു. എല്ലാ വീടുകൾക്കും ഇഷ്ടികൾ പാകിയ കുളിമുറികൾ ഉണ്ടായിരുന്നു. കുളിമുറികൾ
തെരുവിലെ ഓവുചാലുകളുമായി ബന്ധിപ്പിച്ചിരുന്നു. പല വീടുകളിലും കിണറുകൾ ഉണ്ടായിരുന്നു. പുറമേ ഉള്ളവർക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ കിണറുകൾ നിർമ്മിച്ചിരുന്നു. ചില വീടുകൾ 2 നിലകളിലായോ മേൽക്കൂരകളിലായോ എത്തിച്ചേരാനുള്ള കോണിപ്പടികൾ ഉണ്ടായിരുന്നു എന്നിങ്ങനെയുള്ള ഇതാണ് നമ്മൾ കീഴ്പഠനം നോക്കുമ്പോൾ. ഇനി നമുക്ക് ഈ 8 മാർക്കിൻ്റെ എസ്സേ പൂർത്തിയാക്കണമെങ്കിൽ എന്തും കൂടിയുണ്ട്, ഒരു കാര്യം കൂടിയുണ്ട്, അഴുക്കുചാൽ സമ്പ്രദായം. ഹാരപ്പൻ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് അഴുക്കുചാൽ സമ്പ്രദായം. ഓരോ വീടിനെയും ഓവുചാലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇഷ്ടികയും ചാന്തും ഉപയോഗിച്ചാണ് ഓവുചാലുകൾ നിർമ്മിക്കുന്നത്. അഴുക്കുചാലുകൾ ഇഷ്ടികകൾ കൊണ്ട് കരിങ്കൽ പാളികൾ കൊണ്ടോ മൂടിയിരിക്കുന്നു. ഓടകൾ വൃത്തിയാക്കുന്നതിന് ആളുകൾ ഉണ്ടായിരുന്നു. വീടുകളിലെ മലിനജലം തെരുവിലെ ഓടകളിലേക്ക് ഒഴുക്കണമെങ്കിൽ ഓരോ വീടിനെയും തെരുവിനോട് ചേർന്ന ഒരു ഭിത്തിയും വേണമായിരുന്നു. അഴുക്കുചാൽ സമ്പ്രദായം ഹാരപ്പൻ ജനതയുടെ എഞ്ചിനീയറിംഗ് വൈവിധ്യത്തെ പ്രകടമാക്കുന്നു. ആരോഗ്യത്തിനും ശുചിത്വത്തിനും ഹാരപ്പൻ ജനത വലിയ തരത്തിലുള്ള പ്രാധാന്യം നൽകിയിരിക്കുന്നതിൽ വ്യക്തമാണ്. 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യനാണ്. 8 മാർക്കിൻ്റെ ഒരു 90-95% ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് മോഹൻജദാരോ എങ്ങനെ ഒരു ആസൂത്രിത നഗര കേന്ദ്രമായി മാറി എന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കുന്നതിന് മുമ്പായിട്ട് ചോദ്യം നോക്കാം. ഇതിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം സാമുദായിക വ്യവസായങ്ങളെ കണ്ടെത്തൽ. ഒന്ന് ശവകുടീരങ്ങളെക്കുറിച്ചുള്ള പഠനം, പിന്നെ നിർമ്മിത വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം. അതിൽ തന്നെ രണ്ടെണ്ണം പ്രയോജനപരമായ വസ്തുക്കൾ, പിന്നെ ആഡംബര വസ്തുക്കൾ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. പിന്നെ കരകൗശല, ഇതും നിങ്ങൾക്കൊരു 3 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ഏരിയയിൽ 3 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ഏരിയയിൽ ചോദിക്കാൻ സാധിക്കുന്ന ചോദ്യമാണ്. പിന്നെ ഹാരപ്പയിലെ കരകൗശല ഉൽപ്പാദനങ്ങളെ കണ്ടെത്തൽ ഒരു 3 മാർക്കിൻ്റെയോ 4 മാർക്കിൻ്റെയോ ഒക്കെ ഏരിയയിൽ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് കരകൗശല ഉൽപ്പാദനങ്ങളെ കണ്ടെത്തൽ എന്നുള്ളത്. പിന്നെ അടുത്ത വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഹാരപ്പൻ ലിപി എന്നുള്ളത്. ഹാരപ്പൻ ലിപി ഒരു 3 മാർക്കിനോ 4 മാർക്കിൻ്റെ ഭാഗത്തോ മിനിമം എല്ലാ വർഷങ്ങളിലും തന്നെ ചോദിച്ച് കാണാവുന്ന ഒരു ചോദ്യം തന്നെയാണ് ഹാരപ്പൻ ലിപി എന്നുള്ളത്. ഒരു ചിത്രലിപിയാണ്. വലത്തുനിന്ന് ഇടത്തോട്ടാണ് എഴുതുന്നത്. അക്ഷരമാല ക്രമത്തിലുള്ളതല്ല. ധാരാളം ചിഹ്നങ്ങളുണ്ട്. മിക്ക ലിഖിതങ്ങളും വളരെ ചെറുതാണ്. ഹാരപ്പൻ ലിപി ഇതുവരെ വായിച്ചെടുക്കാൻ കഴിയാത്തതിനാൽ ഇത് നിഗൂഢ ലിപി എന്നറിയപ്പെടുന്നു. അപ്പോൾ 6 പോയിന്റുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഹാരപ്പൻ മുദ്രകൾ, അത് വിദ്യാർത്ഥികൾ ഒന്ന് നോക്കി വെക്കേണ്ടതാണ്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, എല്ലാം നമുക്ക് പറയണമെങ്കിൽ ടൈം വേണം. ഇനി വിദ്യാർത്ഥികൾക്ക് 3 മാർക്കിൻ്റെയോ 4 മാർക്കിൻ്റെയോ ഏരിയയിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ. ഏതൊരു വിദ്യാർത്ഥിക്കും കോമൺ ആയിട്ട് എഴുതാൻ പറ്റിയ ഒരു ചോദ്യം തന്നെയാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ. കാലാവസ്ഥ മാറ്റം, വനനശീകരണം, അമിത പ്രളയം, ഭൂകമ്പം, ക്ഷാമം, പകർച്ചവ്യാധി, നദിയുടെ ഗതിമാറൽ, വരൾച്ച, ഭൂമിയുടെ അമിതോപയോഗം, ആര്യന്മാരുടെ അക്രമം എന്നിങ്ങനെ ഒരുപാട് പോയിന്റുകളുണ്ട്. നിങ്ങൾക്കത് നോക്കി വെക്കാവുന്നതാണ്. പിന്നെ ഹാരപ്പൻ മതം ചോദിക്കാൻ സാധ്യതയുള്ള വലിയ ചോദ്യമാണ്. മോഹൻജദാരോയിലെ വലിയ കുളവും കാളിബംഗനും അഗ്നിപീഠങ്ങളും ഹാരപ്പൻ സംസ്കാരത്തിലെ മതപരമായ പ്രധാനങ്ങൾ ചോദിച്ചു. ഹാരപ്പൻ ജനത മാതൃദേവതയെ ആരാധിച്ചിരുന്നു. ഹാരപ്പൻ മതം ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതുന്ന പോയിന്റാണ്. ഒരു 6 പോയിന്റാണ് ഞാൻ വയ്ക്കുക. മാതൃദേവതയെ ആരാധിച്ചിരുന്നു. പുരോഹിത രാജാവിനെ ആരാധിച്ചിരുന്നു. പ്രകൃതിയെ ആരാധിച്ചിരുന്നു. പിന്നെ ഒറ്റക്കൊമ്പുള്ള മൃഗാരാധന നടത്തിയിരുന്നു. പിന്നെ പ്രോട്ടോശിവ, ആദിമശിവൻ എന്നറിയപ്പെടുന്ന പ്രോട്ടോശിവനെയും ആരാധിച്ചിരുന്നു. പിന്നെ ശിവലിംഗ ആരാധന നടത്തിയിരുന്നു എന്നിങ്ങനെയുള്ള കുറച്ച് പോയിന്റുകൾ. ഇനി 2ാം പാഠത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ തീം 2 രാജാക്കന്മാർ, കർഷകർ, പട്ടണങ്ങൾ. കിങ്സ്, ഫാർമേഴ്സ് ആൻഡ് ടൗൺസ് എന്ന പാഠമാണ്. കിങ്സ്, ഫാർമേഴ്സ് ആൻഡ് ടൗൺസ്. രാജാക്കന്മാർ, കർഷകർ പിന്നെ പട്ടണങ്ങൾ എന്നിങ്ങനെ ഈ പാഠത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് മഹാജനപദങ്ങളുടെ പ്രത്യേകതകൾ. ഒരു 3 മാർക്കിൻ്റെയോ ചിലപ്പോൾ 5 മാർക്കിൻ്റെ വരെ സെക്ഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. പഠിച്ചു വെക്കേണ്ടതാണ്. ഒന്ന്, മിക്ക ജനപദങ്ങളിലും രാജ്യവാഴ്ച നിലനിന്നിരുന്നു. ചില ജനപദങ്ങൾ ഒളിഗാർക്കി അഥവാ സംഘഭരണം. ഓരോ ജനപദത്തിനും ഒരു തലസ്ഥാന നഗരി ഉണ്ടായിരുന്നു. തലസ്ഥാന നഗരി എന്ത് ചെയ്തു? കോട്ട കെട്ടി സംരക്ഷിച്ചു. മഹാജനപദങ്ങൾ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തിയിരുന്നു. ഒരു ഭരണവർഗത്തെ നിലനിർത്തിയിരുന്നു. സ്ഥിരം സൈന്യമുണ്ടായിരുന്നു, ഭരണവർഗമുണ്ടായിരുന്നു. ഭരണാധികാരികളുടെ പ്രധാന ചുമതല നികുതി പിരിക്കലായിരുന്നു.
ബ്രാഹ്മണന്മാർ തയ്യാറാക്കിയ ധർമ്മസൂത്രങ്ങൾ അനുസരിച്ചാണ് രാജാവ് ഭരണം നടത്തിയത്. ധർമ്മസൂത്രങ്ങൾ രാജാക്കന്മാർക്കും മറ്റ് സമൂഹ വിഭാഗങ്ങൾക്കും ബാധകമായ നിയമങ്ങളും ചട്ടങ്ങളുമായിരുന്നു. ഇനി വിദ്യാർത്ഥികൾക്ക് ഞാനിപ്പോൾ പറഞ്ഞു 100% തന്നെ സ്ഥിരമായി തന്നെ ചോദിക്കാന്നുള്ള, ഇപ്പം ഞാൻ പരീക്ഷ എഴുതിയ മോഡലിനും പബ്ലിക്കിനും ചിലപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനും ഓണപരീക്ഷയ്ക്കും ഉൾപ്പെടെ ചോദിച്ച ചോദ്യമായിരിക്കും ഇനി പറയാൻ പോകുന്നത്. മഗധ എന്തുകൊണ്ട് മറ്റ് 16 ജനപദങ്ങളിലും വെച്ച് മഗധ എന്തുകൊണ്ട് ഒന്നാമതായി? 16 മഹാജനപദങ്ങളിലും വെച്ച് മഗധ എന്തുകൊണ്ടാണ് ഒന്നാമതാകാനുള്ള കാരണം? നമുക്ക് നോക്കാം. മണ്ണിന്റെ ഫലഭൂഷ്ടിയാണ്. മഗധയിലെ സമ്പൂർണമായ എക്കൽ മണ്ണ് കൃഷിയുടെ വളർച്ചയെ സഹായിച്ചു. ഇതിന്റെ ഫലമായി മിച്ച ഉൽപാദനം നടത്താൻ കർഷകർക്ക് കഴിഞ്ഞു. ഇരുമ്പ് ഖനികൾ. മഗധയിൽ ധാരാളം ഇരുമ്പ് ഖനികൾ. ഇന്നത്തെ മഗധ എന്ന് പറയുന്നത് മഗധയിൽ ധാരാളം ഇരുമ്പ് ഖനികൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ ജാർഖണ്ഡാണ്. ഇരുമ്പ് ഉപയോഗിച്ച് മേൽത്തരം ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇനി ആനയുടെ ലഭ്യതയാണ്. മഗധൻ വനങ്ങളിൽ ആനകൾ സുബലമായിരുന്നു. മഗധൻ സൈന്യം ആനകളെ ഉപയോഗിച്ച് ശത്രു രാജ്യങ്ങളുടെ കോട്ടകൾ തകർത്തിരുന്നു. ചിലവ് കുറഞ്ഞ ഗതാഗതം. ഗംഗയും അതിന്റെ പോഷക നദികളും കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യുവാനും വിനിമയം സ്വകാര്യ പ്രഭമാകാനും ജനങ്ങളെ സഹായിച്ചു. ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗം മഗധയെ സഹായിച്ചു. ഇനി തലസ്ഥാന നഗരിയുടെ പ്രത്യേകതകൾ. മഗധയുടെ ആദ്യ തലസ്ഥാനം രാജ്യഗ്രഹമായിരുന്നു. രാജ്യത്തിന്റെ ഗ്രഹം എന്നാണ് ഇതിന്റെ അർത്ഥം. മലനിരകൾക്കിടയിലാണ് ഇത് സ്ഥിതി ചെയ്തത്. ഇതിനെ കോട്ട കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു. പിന്നീട് മഗധയുടെ തലസ്ഥാനം പാടലീപുത്രം, ഇന്നത്തെ പാടലീപുത്രത്തിലേക്ക് മാറ്റി. ഇത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്തത്. പിന്നെ ശക്തരായ ഭരണാധികാരികൾ. ഒന്ന് അജാതശത്രു, ബിംബിസാരൻ, മഹാപത്മനന്ദൻ എന്നിങ്ങനെ ശക്തരായ മഹാരാജാക്കന്മാരായിരുന്നു മഗധ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇതും പിന്നെ മൗര്യന്മാരെ കുറിച്ചുള്ള സോഴ്സുകൾ. മെഗസ്തനീസിന്റെ ഇന്ത്യക്ക ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വൺ വേർഡിന്റെ സെക്ഷനൊക്കെ ഇരിക്കാം. ചിലപ്പോൾ മെഗസ്തനീസ് വന്നിട്ട് അതിനെ പൂരിപ്പിക്കാൻ പറയും. അപ്പം നിങ്ങൾക്ക് ഇന്ത്യക്ക അല്ലെങ്കിൽ ഇന്ത്യക്ക എന്ന് വന്നിട്ട് ചിലപ്പോൾ അതിനപ്പുറത്താരംഭിക്കും. മെഗസ്തനീസ്. കൗട്ടിലിന്റെ അർത്ഥശാസ്ത്രം, വിശാഖദത്തന്റെ മുദ്രയാശാസ്ത്രം എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അശോകന്റെ ധർമ്മനയം ഒന്ന് നിങ്ങൾ നോക്കി വെക്കേണ്ടതാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. മുതിർന്നവരോടുള്ള ബഹുമാനം. ബ്രാഹ്മണന്മാരോടും ലൗകിക ജീവിതം ഉപേക്ഷിച്ചവരോടുമുള്ള ഉദാരമനസ്സത. നിങ്ങൾ മുതിർന്നവരോടുള്ള ബഹുമാനത്തിൽ ഒരു കാര്യം കൂട്ടിച്ചേർത്തുക. മാതാപിതാക്കളോടും ഗുരുക്കളോടും മുതിർന്നവരോടും ബഹുമാനിക്കുക. ബ്രാഹ്മണന്മാരെയും ലൗകിക ജീവിതം ഉപേക്ഷിച്ചവരെയും ഉദാരമനസ്സ പുലർത്തുക. അടിമകളോടും ദാസന്മാരോടും ദയാപൂർവം പെരുമാറുക. മറ്റു മതങ്ങളോടും പാരമ്പര്യങ്ങളോടും സവിഷ്ണുത പുലർത്തുക എന്നിങ്ങനെയാണ് അശോകന്റെ ധർമ്മനയം ഉള്ളത്. ചോദിച്ചു വെക്കുക. പിന്നെ വിദ്യാർത്ഥികൾക്ക് ചോദ്യം. മൗര്യൻ ഭരണം ചോദിക്കുക. കേന്ദ്രഭരണം, പിന്നെ പ്രവിശ്യാഭരണം, പിന്നെ സൈനിക ഭരണം. കേന്ദ്രഭരണം നോക്കുമ്പോൾ മൗര്യ സാമ്രാജ്യത്തെ 5 പ്രധാന കേന്ദ്രങ്ങളായി തിരിച്ചിരുന്നു. പാടലീപുത്രം, തോശാലി, തക്ഷശില, ഉജ്ജയിനി, സുവർണഗിരി. ഈ ഭരണകാര്യങ്ങളിൽ രാജാവിനെ സഹായിക്കാൻ മന്ത്രി പരിഷത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി പ്രവിശ്യാഭരണത്തിലേക്ക് പോകണം. സാമ്രാജ്യത്തെ പ്രവിശ്യകളായി തിരിച്ചു. പ്രവിശ്യയുടെ തലവൻ ഗവർണർ, വൈസ്രോയി ആയിരുന്നു. പ്രവിശ്യകളെ ജില്ലകളായി തിരിച്ചു. ജില്ലകളുടെ ഭരണതലവൻ സ്ഥാനികയായിരുന്നു. ജില്ലകളെ ഗ്രാമങ്ങളായി തിരിച്ചു. ഗ്രാമത്തലവൻ ഗ്രാമിക എന്നറിയപ്പെടുന്നു. സൈനിക ഭരണം നോക്കുകയാണെങ്കിൽ സൈനിക ഭരണത്തിൽ 6 ഉപസമിതികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവയെ മെഗസ്തനീസിന്റെ ഇന്ത്യക്ക എന്ന പുസ്തകത്തിലാണ് മെഗസ്തനീസ് ആണ് ഈ സൈനിക ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യക്ക് 1-ാം ഉപസമിതി നാവികസേനയുടെയും 2-ാം ഉപസമിതി ഗതാഗതങ്ങളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും മേൽനോട്ടം, ഉപകരണങ്ങൾ കടത്തുന്നതിനായി കാളവണ്ടികൾ ഏർത്തുക, സൈനികർക്ക് ഭക്ഷണവും മൃഗങ്ങൾക്ക് വേണ്ട കാലിത്തീറ്റയും സംരക്ഷിക്കുക, സൈനികരെ പരിപാലിക്കുന്നതിനായി കൈത്തൊഴിലാളികളുടെയും ജോലിക്കാരുടെയും തിരഞ്ഞെടുക്കുക എന്നിങ്ങനെയുള്ള എല്ലാ കാര്യം ചെയ്തിരുന്നത്. 3-ാം ഉപസമിതി കാലാൽപ്പട, 4-ാം ഉപസമിതി കുതിരപ്പട, 5 തേര്, 6 ആനകളുടെ ചുമതല എന്നിങ്ങനെയൊക്കെ ആയിരുന്നു ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇനി വളരെ പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. കുശാനന്മാർ എന്തുകൊണ്ട് ശക്തരായ രാജാക്കന്മാരായി? കുശാനന്മാർ എന്തുകൊണ്ട് കുശാനന്മാർ ഒരു മിനിറ്റ്. കുശാനന്മാരെ എന്താണ് ശക്തരായ ഭരണാധികാരികളല്ല. കുശാനന്മാർ എന്തുകൊണ്ട് ദൈവിക രാജാക്കന്മാരെന്ന് അറിയപ്പെടാൻ തുടങ്ങി? ഇതൊരു എന്താണ് ഒരു 3 മാർക്കിന്റെ ഏരിയ 2 to 3 മാർക്കിന്റെ ഏരിയയിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കുശാനന്മാർ എന്തുകൊണ്ട് ദൈവിക രാജാക്കന്മാരെന്ന് അറിയപ്പെടുന്നു? നമുക്ക് നോക്കാം. കുശാനന്മാർ സ്വയം ദൈവത്തെ പോലെ കരുതി
ഭീമാകരമായ സ്വയം പ്രതിമകൾ നിർമ്മിച്ചു, ദേവപുത്ര അല്ലെങ്കിൽ ദൈവപുത്രൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു, പ്രശസ്തികൾ രചിച്ചു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദേവപുത്ര എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത് കുശാനന്മാരാണ്. ദേവപുത്ര എന്നാൽ സ്വർഗപുത്രന്മാർ എന്ന ചോദ്യമാണ് വരുന്നതെങ്കിൽ അത് ചൈനീസ് ഭരണാധികാരികളാണ് സ്വർഗപുത്രന്മാർ എന്ന സ്ഥാനപ്പേര്. സ്വർഗപുത്രന്മാർ എന്ന ചൈനീസ് ഭരണാധികാരികളാണ്. ദേവപുത്രന്മാരാണ് ആര്യ കുശാനന്മാരെന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ ഗുപ്ത സാമ്രാജ്യം, അലഹബാദ് ലിഖിതം പ്രയോഗ പ്രശസ്തി ഏതാണ്ട് 2 മാർക്കിൻ്റെ ഏരിയയിലേക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്, നോക്കി വെക്കേണ്ടതാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ ലിഖിതം വായിച്ചെടുത്ത് എങ്ങനെ, ബ്രാഹ്മി ലിപി, കരോഷ്ടി ലിപി. എന്തായാലും നിങ്ങൾ ഒരു കാര്യം ഉറപ്പുവരുന്നു, ഈ ബ്രാഹ്മി ലിപി, കരോഷ്ടി ലിപി എല്ലാം 1 മാർക്കിൻ്റെ ഏരിയയിലൊക്കെ വന്നാൽ വന്നു, വലിയ തോതിലൊന്നും അവിടുന്ന് പ്രതീക്ഷിക്കേണ്ട. പിന്നെ 3ാമത്തെ പാഠം, മഹാഭാരതത്തിൻ്റെ വിമർശനാത്മക പതിപ്പ്. വളരെ നല്ലൊരു പാഠം തന്നെയാണ്. ഇതിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 2 ക്വസ്റ്റ്യനാണ് മഹാഭാരതം, 3 ക്വസ്റ്റ്യൻ ഉണ്ട്. 4 ക്വസ്റ്റ്യനാണ് ഇതിലെ പ്രധാനമായും ചോദിക്കാൻ സാധ്യതയുള്ളത്. 4 ക്വസ്റ്റ്യൻ മാത്രമാണ് ഈ പാഠത്തിൽ നിന്നും നിങ്ങൾക്ക് പ്രധാനമായും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. 1 വിവാഹ രീതികളാണ്, എൻഡോഗമി, എക്സോഗമി, പോളിഗനി, പോളിയാൻഡ്രി. എൻഡോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗണത്തിനകത്തുള്ള വിഭാഗം. എക്സോഗമി ഒരു ഗണത്തിന് പുറത്തുനിന്നുള്ള വിഭാഗം. പോളിഗനി എന്ന് പറഞ്ഞാൽ ഒന്നിലേറെ ഭാര്യമാരെ ഒരു പുരുഷന് ഒന്നിലേറെ ഭാര്യമാരുള്ള സമ്പ്രദായമാണ്. ഒരു പുരുഷന് ഒന്നിലേറെ ഭാര്യമാർ, അതാണ് പോളിഗനി എന്ന് പറയുന്നത്. ബഹുഭാര്യത്വം മലയാളവൽക്കരിക്കുകയാണ് പറയും. പോളിയാൻഡ്രി എന്ന് പറയണമെങ്കിൽ ഒരു സ്ത്രീക്ക് ഒന്നിലേറെ ഭർത്താക്കന്മാർ, ബഹുഭർത്തൃത്വം. ഈ 4 എണ്ണമാണ് വിവാഹ രീതികളെക്കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ളൂ. പിന്നെ മഹാഭാരതം പോലുള്ള ഗ്രന്ഥങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ചരിത്രകാരന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു 3 to 4 മാർക്കിൻ്റെ ഏരിയയിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 3 to 4 മാർക്കിൻ്റെ ഏരിയയിൽ ഷുവറായിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ്, മഹാഭാരതം പോലുള്ള ഗ്രന്ഥങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 1, അവർ ഗ്രന്ഥത്തിൻ്റെ ഭാഷ പരിശോധിക്കണം. ഗ്രന്ഥങ്ങൾ ഏത് തരത്തിൽപ്പെട്ടതെന്ന് പരിശോധിക്കണം. ഏതുതരം വായനക്കാരെ ഉദ്ദേശിച്ചാണ് ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുള്ളതെന്ന് പരിശോധിക്കണം. ഗ്രന്ഥകർത്താക്കളുടെ ആശയങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം. ഗ്രന്ഥം രചിക്കപ്പെട്ട കാലം, സ്ഥലം എന്നിവ കണ്ടെത്താൻ ശ്രമിക്കണം. പിന്നെ അടുത്ത ചോദ്യമാണ്, മഹാഭാരതം ഊർജ്ജസ്വല ഗ്രന്ഥം എന്നറിയപ്പെടുന്നത്. അത് ഞാൻ പഠിച്ച കാലത്ത് മോഡലിനും പബ്ലിക്കിനും എന്നൊരു ചോദ്യമാണ്. മഹാഭാരതം കേന്ദ്ര കഥയായി ധാരാളം എഴുത്തുകാർ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. 1, VS ഗാന്ധേക്കറുടെ യാതി, MT വാസുദേവൻ നായരുടെ 2ാം ഊഴം, മഹാശ്വത ദേവിയുടെ കുന്തി ഓർ നിഷാദി എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. നാടകങ്ങൾ, നൃത്തങ്ങൾ തുടങ്ങിയ അനുഷ്ഠാന കലകൾക്ക് മഹാഭാരത കഥ പ്രചോദനമായിട്ടുണ്ട്. മഹാഭാരതത്തിലെ ചില സംഭവങ്ങളും ശില്പങ്ങളും ചിത്രങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിനാൽ മഹാഭാരതത്തെ ഒരു ഊർജ്ജസ്വല ഗ്രന്ഥമായിട്ട് അറിയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്, ചോദിക്കാൻ സാധ്യത. പിന്നെ വർണ്ണസമ്പ്രദായം, വർണ്ണസമ്പ്രദായം, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഇതാണ് നിങ്ങൾ വർണ്ണസമ്പ്രദായത്തെക്കുറിച്ച് ചോദിച്ചാൽ എഴുതേണ്ട കാര്യം. ഈ പാഠത്തിൽ നിങ്ങൾക്ക് ഇത്രയും മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അടുത്ത നമുക്ക് 4ാം പാഠത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വർത്തമാന മഹാവീരൻ്റെ പാഠത്തിൽ നിന്ന്, അതായത് ഈ പാഠത്തിൻ്റെ പേരാണ് ചിഹ്നങ്ങളും വിശ്വാസങ്ങളും നിർമ്മിതികളും. ഈ പാഠത്തിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയാണെങ്കിൽ 1 ജൈനമത തത്വങ്ങളും 2 ബുദ്ധമതങ്ങളും. നിങ്ങളോട് ഉറപ്പിച്ച് പറഞ്ഞു, എൻ്റെ പിള്ളേരെ, നിങ്ങൾ ഹിസ്റ്ററി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണ്. ഞാൻ ഹിസ്റ്ററി പഠിച്ചു വന്നാണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്, ജൈനമത ബുദ്ധങ്ങളോ അല്ലെങ്കിൽ ബുദ്ധമത തത്വങ്ങളോ, ജൈനമത തത്വങ്ങളോ ബുദ്ധമത തത്വങ്ങളോ, ഈ 2ൽ ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും കാണും. ജൈനമത തത്വങ്ങൾ നമുക്ക് നോക്കാൻ, ലോകം മുഴുവൻ സചേതമാണ്, ജീവനുള്ള ഒന്നിനെ ഉപദ്രവിക്കരുത്, മനുഷ്യൻ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം മോക്ഷം കൈവരിക്കുകയാണ്, ജനനം പുനർജന്മം എന്നിവയുടെ ചക്രം രൂപപ്പെടുന്നതിൻ്റെ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കർമ്മചക്രത്തിൻ്റെ നിന്ന് സ്വതന്ത്രമാകണമെങ്കിൽ സന്യാസവും തപസ്സും അനുഷ്ഠിക്കണം. ജൈനമത സന്യാസിമാർ 5 വ്രതങ്ങൾ എടുത്തിരുന്നു. ഒന്നിനെയും കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, സ്വത്ത് കൈവശം വെക്കരുത്. ഇതാണ് ജൈനമത തത്വങ്ങൾ. ഇനി ബുദ്ധമത തത്വങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ബുദ്ധൻ്റെ ഉപദേശങ്ങൾ, ബുദ്ധമത തത്വങ്ങൾ ചോദിക്കും. ബുദ്ധമത ദർശന പ്രകാരം ലോകം ക്ഷണികവും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതുമാണ്. ശാശ്വതമായ സ്ഥിരമോ ആയ ലോകത്തിൽ ഒന്നുമില്ലാത്തതിനാൽ അതിനെ ആത്മാവുമില്ല. അതായത് ശാശ്വതമായ സ്ഥിരമായോ ആയ ലോകത്തിൽ ഒന്നുമില്ലാത്തതിനാൽ അതിനെ ആത്മാവും ഇല്ല. ലോകം ദുഃഖമയമാണ്. ദുഃഖത്തിൻ്റെ കാരണം ആഗ്രഹങ്ങളില്ലാതായാൽ മാത്രമേ ദുഃഖങ്ങൾ മറികടക്കാൻ പറ്റൂ. ആഗ്രഹങ്ങളില്ലാതാക്കാൻ കഠിന തപസ് അനുഷ്ഠിക്കാനാണ്. ആഗ്രഹങ്ങളില്ലാതാക്കാൻ തപസ്സും ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. ബുദ്ധമതം കർമ്മമതത്തിന് അഹിംസയും പ്രാധാന്യം നൽകി, അത് കർമ്മത്തിനും അഹിംസയ്ക്കും പ്രാധാന്യം നൽകി എന്നീ 2 ചോദ്യങ്ങൾ വളരെ സുപ്രധാനമാണ്. ബുദ്ധമത തത്വങ്ങളോ ജൈനമത തത്വങ്ങളോ എന്തായാലും നിങ്ങൾക്ക് പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നത്, ബുദ്ധമത തത്വങ്ങളോ ജൈനമത തത്വങ്ങളോ എന്തായാലും നിങ്ങൾക്ക് പരീക്ഷയ്ക്കുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. നിങ്ങൾക്ക് 4 1 വേർഡിൻ്റെ സെക്ഷനിലോ അല്ലെങ്കിൽ
നിങ്ങൾക്ക് ക്രോണോളജിക്കൽ ഓർഡറിൽ ഒരു 4 മാർക്കിൻ്റെ സെക്ഷൻ, ഹിസ്റ്ററിക്ക് 4 മാർക്കിൻ്റെ സെക്ഷൻ ക്രോണോളജിക്കൽ ഓർഡറാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് മാപ്പ് വരാം, ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതായിരിക്കും വരുന്നത്. ഒന്ന് ലുംബിനി, ബുദ്ധൻ്റെ ജന്മസ്ഥലം. ബുദ്ധഗയ, ബുദ്ധന് ബോധോദയം കിട്ടിയ സ്ഥലം. സാരാനാഥ്, ബുദ്ധന് ധർമ്മപ്രഭാഷണം നടത്തിയ സ്ഥലം. കുശിനഗരം, ബുദ്ധന് നിർവ്വാണം പ്രാപിച്ച സ്ഥലം എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ സാഞ്ചിയിലെ സ്തൂപം സംഭവിച്ചത്, പിന്നെ അമരാവതിയിലെ സ്തൂപം ഒന്ന് നോക്കി വെക്കുക. പിന്നെ മഹായാന ബുദ്ധദാനത്തിന് മഹായാനവും ഹീനയാനവും, പിന്നെ അതൊക്കെ നോക്കി വെക്കുക നിങ്ങൾ. പിന്നെ അടുത്ത് നമ്മൾ പോകുന്ന പാഠം ഭക്തി സൂഫി പാരമ്പര്യങ്ങളെ കുറിച്ചാണ്. ഭക്തി ആദ്യ പാരമ്പര്യം. ഒന്ന് സൂഫി പാരമ്പര്യത്തിൽ പ്രധാനമായും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ: കർണാടകയിലെ വീരശൈവ പ്രസ്ഥാനം. കർണാടകയിലെയും ഒന്നെങ്കിൽ ഞാൻ എവിടെയും നിങ്ങൾ ഓർക്കുന്നത്, ഒന്നെങ്കിൽ തമിഴ്നാട്ടിലെ കാര്യം ചോദിക്കാം, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് കർണാടകയിലെ ചോദിക്കാം. രണ്ടിലേതെങ്കിലും ഒന്നും ചോദിക്കാൻ. ഇപ്പോൾ കർണാടകയിലെ ജാതിയോടുള്ള മനോഭാവം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 4000 ദിവ്യ പ്രബന്ധം എഴുതാൻ നിങ്ങൾക്ക് സാധിക്കണം. പിന്നെ തേവാരം. പിന്നെ സ്ത്രീഭക്തരെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ ആദ്യകാല ഒന്ന് ആണ്ടാൾ, കാരക്കൽ അമ്മയാർ എന്നിവയാണ് സ്ത്രീഭക്തന്മാർ തമിഴ്നാടുള്ളതിന്. കർണാടകയിലെ വീരശൈവ പ്രസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കർണാടകയിലെ ഭക്തി പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം. ഇതിന് നേതൃത്വം നൽകിയത് ബ്രാഹ്മണനായ ബസവണ്ണയാണ്. അദ്ദേഹത്തിൻ്റെ അനുയായികൾ വീരശൈവർ, ശിവന്റെ വീരപുരുഷന്മാർ അഥവാ ലിംഗായത്തുകൾ, ലിംഗം ധരിക്കുന്നവർ എന്നറിയപ്പെട്ടു. വീരശൈവർ ശിവഭക്തരായിരുന്നു. ലിംഗരൂപത്തിലുള്ള ശിവനെ അവർ ആരാധിച്ചത്. വീരശൈവർ വെള്ളിക്കിടക്കയിൽ വെച്ച് ഇടത് തോളിൽ തൂക്കിയിട്ട് വളരെയേറെ ശിവലിംഗം ധരിച്ചിരുന്നു. അതുകൊണ്ട് ഇവർ വീരശൈവർ, ലിംഗധാരികൾ എന്നറിയപ്പെടുന്നു. അതിനാൽ വീരശൈവ പ്രസ്ഥാനത്തെ ലിംഗായത്ത് പ്രസ്ഥാനം എന്നറിയപ്പെടുന്നു. ഇവർ വീരശൈവ പ്രസ്ഥാനത്തിലെ വചനങ്ങൾ എന്നറിയപ്പെട്ടിരുന്നു. മരണശേഷം ഇവരുടെ ആത്മാവ് ശിവനിൽ ലയിക്കുമെന്ന് ഇവർ വിശ്വസിച്ചു. ശിവനിൽ ലയിക്കുമെന്ന് ഇവർ വിശ്വസിച്ചു. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ ആ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത പാഠം നോക്കാം. അടുത്ത പാഠം നിങ്ങൾ നോക്കുമ്പോൾ ഏതാണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതെന്ന് നോക്കാം. അടുത്ത പാഠം 5ാം പാഠമാണ്. ഒന്ന് സഞ്ചാരികളുടെ കണ്ണിലൂടെ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ ഇവിടുന്ന് നിങ്ങൾക്കൊരു 4 മാർക്കിൻ്റെ അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ സെക്ഷനിൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ഒന്ന് അൽബുറൂണിൻ്റെ കിതാബ് ഉൽ ഹിന്ദ് എന്ന ചോദ്യത്തിന് അൽബുറൂണിൻ്റെ കിതാബ് ഉൽ ഹിന്ദ്. ഇബൻ ബത്തൂത്തയുടെ പുസ്തകത്തിൻ്റെ പേരെന്താണ്? റിഹല. പിന്നെ ഫ്രാങ്കോയിസ് ബെർണിയർ എന്താണ്? മുഗൾ സാമ്രാജ്യത്തിലെ സഞ്ചാരികൾ, ട്രാവൽ ഇൻ ദ മുഗൾ എംപയർ. പിന്നെ ഫ്രാങ്കോയിസ് ബെർണിയർ എന്താണ്? ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഫ്രാങ്കോസ് ബെർണിയർ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അടുത്ത പാഠം ഒരു രാജകീയ തലസ്ഥാനം, വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഒരു പാഠമാണ് 7ാം പാഠം. വിജയനഗര സാമ്രാജ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് നോക്കാനുള്ളത്, നിങ്ങൾക്ക് അവിടെ അമരനായക സമ്പ്രദായം. വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണാധികാരികൾ രായന്മാർ, വിജയനഗരത്തിലെ സൈനിക വിഭാഗം രായന്മാരിൽ നിന്നും ഭരിക്കാനായി നിശ്ചിതമായ നായന്മാർക്ക് നായകന്മാർക്ക് പതിച്ചു കൊടുക്കുന്ന ഭൂമി അമരം ഭൂമി എന്നറിയപ്പെട്ടു. എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. ഇനി കോട്ടക്കൊത്തളങ്ങൾ, നഗരകേന്ദ്രം, രാജകീയ കേന്ദ്രം, ഒരു 50-60 മാർക്കൊക്കെ വേണമെങ്കിൽ എല്ലാം നോക്കി വെച്ചിട്ട് പോയിക്കോളൂ. അപ്പം നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന്, ഞാൻ ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ പഠിക്കാൻ പറ്റുന്നില്ല, പാസ്സാവണം. അപ്പം അവർക്ക് വേണ്ടി ഒരു ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. കാരണം ഞാനൊരു +2 പഠിച്ചൊരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് മഹാനമി ദിബ്ബ, അതിൽ നിങ്ങൾക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണ് മഹാനമി ദിബ്ബ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് നഗരത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്തത്. 11,000 ചതുരശ്ര അടി വിസ്തീർണവും 40 അടി ഉയരവുമാണ് ഇതിനുള്ളത്. ഇതിൻ്റെ തറഭാഗം കൊത്തുപണികൾ കൊണ്ട് അലങ്കൃതമാണ്. മഹാനമി പോലുള്ള ഉത്സവങ്ങൾ മഹാനമി ദിബ്ബയിൽ വെച്ചാണ് നടന്നത്. ഉത്തരേന്ത്യയിൽ ദസറ എന്നും ബംഗാളിൽ ദുർഗാപൂജ എന്നും ദക്ഷിണേന്ത്യയിൽ നവരാത്രി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. മഹാനവമി നടക്കുമ്പോൾ ധാരാളം ചടങ്ങുകൾ അനുഷ്ഠിക്കുന്നു. വിഗ്രഹാരാധന, രാജകീയ കുതിരയെ ആരാധിക്കൽ, മൃഗബലി എന്നിവ പോലുള്ള നൃത്തങ്ങൾ, ഗുസ്തി മത്സരങ്ങൾ എന്നിവ ഇവിടെ ഉണ്ടായിരുന്നു.
കുതിരകൾ, ആനകൾ, രഥങ്ങൾ എന്നിവയുടെ ഘോഷയാത്ര ഉണ്ടായിരുന്നു. ഉത്സവത്തിൻ്റെ അവസാന ദിവസം ഒരു തുറന്ന സ്ഥലത്ത് വെച്ച് രാജാവ് അദ്ദേഹത്തിൻ്റെ നായകന്മാരുടെ സൈന്യത്തെ നേരിട്ട് പരിശോധിക്കും. അപ്പം ഇന്നിങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇവിടെയൊക്കെ. അടുത്ത പാഠം നമുക്ക് കർഷകരും സമീന്ദാർമാരും രാഷ്ട്രവും എന്ന പാഠത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് കുത്കഷ്ട പാഹി കഷ്ട. കുത്കഷ്ട എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഭൂമിയുള്ളവർ സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്യുന്നു. പാഹി കഷ്ടം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഭൂമി പാടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ഇവർക്ക് സ്വന്തമായി ഭൂമിയില്ല. അതാണ് ഇനി ജിൻസി കാമലുകൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. 2 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റൻ ആണ് ജിൻസി കാമലുകൾ. മുഗൾ രേഖകളിൽ ജിൻസി കാമൽ എന്ന് പരാമർശിച്ചിട്ടുണ്ട്. സമ്പൂർണ്ണ വിളകൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. നാണുവിളകളാണിവ. പരുത്തിയും കരിമ്പും ആയിരുന്നു പ്രധാന വിളകൾ. ഇത്തരം വിളകൾ ചെയ്യാൻ കർഷകരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇനി നിങ്ങൾക്ക് പഞ്ചായത്ത് തലവന്മാരും ചോദ്യം വരാൻ പോകുന്നത് ഒന്നിനും പഞ്ചായത്ത് തലവന്മാരെന്നുള്ള ചോദ്യം നിങ്ങൾക്ക് വരാൻ പോകുന്നത് മുകുതം ഓർ മണ്ഡൻ, അതായത് ഗ്രാമപഞ്ചായത്ത് മുതിർന്നവരുടെ സഭയായിരുന്നു. പഞ്ചായത്ത് തലവൻ മുകുതം ഓർ മണ്ഡൽ എന്നറിയപ്പെട്ടിരുന്നു. എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കത് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്കത് പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതിക്കൊള്ളുക കേട്ടോ. ഇനി എന്താ ജാജുമണി സമ്പ്രദായം. അത് 18-ാം നൂറ്റാണ്ടിലെ രേഖകളിൽ കൊല്ലപ്പണിക്കാർക്കും ആശാരിമാർക്കും സ്വർണ്ണപ്പണിക്കാർക്കും അവരുടെ ജോലിക്ക് പ്രതിഫലമായി ഒരു ചെറിയ ദിനപത്തും ഭക്ഷണ കാശും നൽകിയിരുന്നു. ഇതിനെ ജാജുമണി സമ്പ്രദായം എന്നറിയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാം. ഇനി കാർഷിക സമൂഹത്തിലെ സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അത് ഏതൊരു വ്യക്തിക്കും കോമൺ ആയിട്ട് എഴുതാൻ പറ്റൂ. അക്കാലത്ത് എന്താണ് സ്ത്രീകൾക്ക് കാർഷിക സമൂഹത്തിലെ സ്ത്രീകളുടെ അവസ്ഥ ഞാൻ വായിച്ചേൽപ്പിക്കാം. ഉൽപാദന പ്രക്രിയയിൽ സ്ത്രീകളും പുരുഷന്മാരും പ്രധാന പങ്ക് വഹിച്ചിരുന്നു. സ്ത്രീകൾ പുരുഷന്മാരോട് തോളോട് തോൾ ചേർന്നാണ് വയലുകളിൽ പണിയെടുത്തത്. പുരുഷന്മാർ നിലം ഒഴുകുകയും ഉഴുതുമറിക്കുകയും ചെയ്യുമ്പോൾ സ്ത്രീകൾ വിത്ത് വിതയ്ക്കുകയും കള പറിക്കുകയും മെതിക്കുകയും പതിരുകൾ നീക്കുകയും ചെയ്തു. എന്നിങ്ങനെയുള്ള സ്ത്രീകളുടെ ജീവശാസ്ത്രമായ ധർമ്മങ്ങളെ കുറിച്ച് വിവിധ മുൻവിധികൾ തുറന്നു വന്നു. ഉദാഹരണത്തിന് വെറ്റിലത്തോട്ടങ്ങളിൽ പ്രവേശിക്കാൻ, അതായത് സ്ത്രീകൾക്ക് പ്രസവകാലമാകുമ്പോൾ വെറ്റിലത്തോട്ടങ്ങളിൽ ഇവരെ പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ല. അങ്ങനെയൊക്കെ സ്ത്രീകൾക്ക് പ്രസവകാലമായി കഴിഞ്ഞാൽ അവർക്ക് വെറ്റിലത്തോട്ടങ്ങളിൽ ഒന്നും അവരെ പ്രവേശിക്കാൻ പോലും അനുവദിക്കാത്തൊരു കാലഘട്ടമായിരുന്നു. അപ്പം നിങ്ങളത് വായിച്ചു നോക്കുക. അപ്പം ഇങ്ങനെ സെമീന്ദാർമാരെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ജമ ഹാസിൽ 2 നികുതി സമ്പ്രദായമാണ്. ജമ എന്ന് പറഞ്ഞാൽ എന്താണ്? നിർണ്ണയിക്കപ്പെട്ട നികുതി. ഹാസിൽ പിരിച്ചെടുത്ത നികുതി. നികുതി പിരിക്കുന്നതിനായ ഉദ്യോഗസ്ഥൻ അമിൽ ഗുസ്ര എന്നറിയപ്പെട്ടു. നികുതി പണമായോ സാധനമായി അടയ്ക്കാൻ പറ്റുന്നത്. അതായത് നിങ്ങൾക്ക് നികുതി ജമ ഹാസിൽ 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ജമ ഹാസിൽ എന്നുള്ളത്. ഇനി അബുൽ ഫസൽ അല്ലാമിയുടെ ഐനി അബ്ബാരി നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. 1598 അക്ബർ ചക്രവർത്തിയുടെ 42-ാം ഭരണവർഷത്തിലാണ് ഇതിൻ്റെ രചന പൂർത്തിയാക്കിയത്. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരം കവിയായിരുന്ന അബുൽ ഫസൽ അല്ലാമിയാണ് ഇത് രചിച്ചത്. ഐനി അബ്ബാരി ആദ്യ 2 പുസ്തകങ്ങളിൽ ചരിത്ര ദിനവും, 3-ാമത്തെ പുസ്തകം ഐനി അബ്ബാരിയാണ്. ഐനി അബ്ബാരിയിൽ 5 പുസ്തകങ്ങളുണ്ടെന്ന്. ഒന്ന് മൻസിൽ അബദി, രാജകീയ അന്തപുരത്തെ അതിൻ്റെ പരിപാലനത്തെയും പ്രതിനിധിക്കുന്നു. സിപ്പാഹ് അവധി, സിവിൽ സൈനിക ഭരണം പരിചാരകരുടെ വകുപ്പിൽ. പിന്നെ മുൾക്ക് അവധി, സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക വശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പിന്നെ എന്താണ് അടുത്ത 2 ബുക്കുകൾ 4-ഉം 5-ഉം പുസ്തകങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളുടെ മതപരവും സാഹിത്യപരവും സാംസ്കാരിക പാരമ്പര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞത്. 10-ാം പാഠം കോളനി ഭരണവും ഗ്രാമപ്രദേശവും. ഇതിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെ ഉണ്ട്. ഇതിൽ ഞാൻ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ പറഞ്ഞുതരാം. സെമീന്ദാർമാർ നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയത് എന്തുകൊണ്ടെന്നുള്ള ചോദിക്കുന്ന ചോദ്യമാണ്. ഒന്ന്, കമ്പനി നിശ്ചയിച്ച ഭൂനികുതി വളരെ ഉയർന്നതായിരുന്നു. കാർഷിക ഉൽപ്പാദനത്തിൻ്റെ വില തകർച്ച, നികുതി സ്ഥിരമായതിനാൽ വിളവെടുപ്പ് പോലും കണക്കിലെടുക്കാതെ കൃത്യമായി തുക അടയ്ക്കേണ്ടി വന്നത്. അത് സൂര്യാസ്ത നിയമമായിരുന്നു. അത് നിങ്ങൾക്ക് വിളവുണ്ടെങ്കിലും, നല്ല വിളവുണ്ടെങ്കിലും അഥവാ നിങ്ങൾക്ക് മോശം വിളവാണെങ്കിൽ പോലും അതൊന്നും ആർക്കറിയേണ്ട, അതൊന്നും ബ്രിട്ടീഷുകാർക്ക് അറിയേണ്ട. കൃത്യമായി നിങ്ങൾ നികുതി അടച്ചു. സൂര്യാസ്തമയ നിയമം അവർ പറഞ്ഞ സമയത്തിനകം നിങ്ങൾ നികുതി അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഭൂമി ലേലം ചെയ്യാമായിരുന്നു. ഇനി 3 മാർക്കിന് ഷുവറായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റിയ ചോദ്യമാണ് ജോട്ടേദാർമാരുടെ ഉദയൻ. ബംഗാളിലെ സമ്പന്ന കർഷകരാണ് ഇവർ. ഹൗലോദാർ, ഗ്രാൻഡിദാർ, മണ്ഡൽ എന്നറിയപ്പെട്ടു. ജോട്ടേദാർമാർ ഭൂ ഉടമകളാണ്.
ഇനി അഞ്ചാം റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1813 ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടാണ്. ഇതിൻ്റെ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണനിർവഹണത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും സംബന്ധിച്ചാണ്. ഇതിൽ 1008 പേജുകളിൽ 800 പേജുകളും അനുബന്ധങ്ങളായിരുന്നു. അഞ്ചാം റിപ്പോർട്ട് താഴെപ്പറയുന്ന കാര്യങ്ങളും സെമി ദർബാറും കർഷകരുടെ പരാതികൾ, വിവിധ ജില്ലകളിലെ കളക്ടർമാരുടെ റിപ്പോർട്ടുകൾ, ബംഗാളിലെയും മദ്രാസിലെയും റവന്യൂ നികുതി കൃത്യമായ നീതിന്യായ ഭരണത്തെക്കുറിച്ച്, ബംഗാളിലെയും മദ്രാസിലെയും നീതിന്യായ ഭരണത്തെക്കുറിച്ചും ഇതിൽ പ്രതിപാദിച്ചിരുന്നു. ഇനി രാജ്മംഗൽ കുന്നുകളിൽ പഹാരിയാസ്, സാന്താൾ ആൻഡ് പഹാരിയാസ് ഒരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം. 8 മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യൻ ആണ് സാന്താളും പഹാരിയാസ്, നിങ്ങൾ പഠിച്ചുകൊള്ളുക. ഇനി ബോംബെ ഡക്കാൻ കലാപം നിങ്ങൾക്ക് പഠിക്കാവുന്ന ചോദ്യമാണ്. ഞാൻ നല്ല രീതിയിൽ സമയം പോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ ചോദ്യങ്ങളൊന്നും വിശദീകരിക്കാത്തത്. നിങ്ങളുടെ കയ്യിൽ നോട്ടം തന്നെ 1857 കലാപം. ഈ പറഞ്ഞ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും, കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം. ഇനി കലാപത്തിൻ്റെ നേതാക്കന്മാരും അനുയായികളും 1857 കലാപത്തിൽ, അത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, 1857 കലാപം ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ ഓരോ സ്ഥലങ്ങളിലും ആരൊക്കെയാണ് യുദ്ധത്തിന് നേതൃത്വം നൽകിയെന്ന് പറയാം. ഒന്ന് ഡൽഹി ബഹദൂർ ഷാ രണ്ടാമനാണ്. ഡൽഹിയിൽ ആരായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ? കാൺപൂർ നാനാ സാഹിബ്, ബീഹാറിലെ അവധിൽ ബർജീസ്, ബീഹാറിലെ ആറയിൽ കൻവർ സിംഗ് ആണ്. അവധിൽ വാജിദ് അലി ഷായുടെ പുത്രനായ ബർജീസ് ഖാദർ, ലക്നൗ ബീഹം ഹസ്രത്ത് മഹൽ, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി, ബരോട്ട് പർഗാന ഷാമൻ, ചോട്ടാ നാഗപ്പൂരിൽ ഗോനു. പിന്നെ കിംവദന്തികളും പ്രവചനങ്ങളും ചോദിക്കാൻ ശ്രമമാണ് ഇന്ന്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ കിംവദന്തികൾ സൈന്യത്തിൽ പുതുതായി ഉപയോഗിച്ച, അതായത് സൈന്യം ഉപയോഗിച്ചിരുന്ന എൻഫീൽഡ് റൈഫിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടി എന്നുള്ള കിംവദന്തി. പിന്നെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ജാതിയും മതവും തകർക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഗൂഢാലോചന നടത്തിയെന്ന് മറ്റൊരു കിംവദന്തി. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ജാതിയെ തകർക്കാൻ ബ്രിട്ടീഷുകാർ ചർച്ച നടത്തിയെന്ന മറ്റൊരു കിംവദന്തി. പിന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചു എന്നൊരു കിംവദന്തി. ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരെന്താണ് സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻസ് ആയിരുന്നു. അപ്പോൾ അവർ ഇന്ത്യയിൽ അതാണ് ഹിന്ദുക്കളും മുസ്ലിംസും ആയിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്നൊരു കിംവദന്തി ഉണ്ടായിരുന്നു. പ്ലാസി യുദ്ധത്തിൻ്റെ ശബ്ദത്തോടു കൂടിയ ബ്രിട്ടീഷുകാർ, എന്നിങ്ങനെ കുറച്ച് പോയിന്റുകളാണുള്ളത്. 4 പോയിന്റാണുള്ളത് കേട്ടോ, അന്ന് നോക്കിക്കോളൂ നിങ്ങൾ. അപ്പോൾ എന്നിങ്ങനെ കാര്യത്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചത്. അവധിലെ കലാപം 1857 കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു അവധിലെ മണ്ണ് നീലം കൃഷിക്ക് അനുയോജ്യമായിരുന്നു. ഇന്ത്യയിലെ ഗവർണറായിരുന്ന ഡൽഹൌസി പ്രഭു അവധിനെ വിശേഷിപ്പിച്ചത് ഒരു ദിവസം നമ്മുടെ വായിൽ വീരാൻ പോകുന്ന ചെറിയായിട്ടാണ് അവധിനെ വിശേഷിപ്പിച്ചത്. അന്നത്തെ ഇന്ത്യയിലെ ഗവർണറായിരുന്ന ഡൽഹൌസി പ്രഭു അവധിനെ വിശേഷിപ്പിച്ചത് ഒരു ദിവസം നമ്മുടെ വായിൽ വീരാൻ പോകുന്ന ചെറിപ്പരമായിട്ടാണ്. 5 മാർക്കിൻ്റെ എഴുതി ചോദിക്കാൻ വേണ്ടിയ ചോദ്യമാണ്. ഒന്ന് സൈനിക സഹായ വ്യവസ്ഥ പ്രകാരം സൈന്യത്തെ പിരിച്ചുവിടാനും ബ്രിട്ടീഷ് സൈന്യത്തെ നിലനിർത്താനും അവധിലെ രാജാവ് നിർബന്ധനായി. അവധിലെ രാജാവ് വാജിദ് അലി ഷായെ ദുർഭരണത്തിൻ്റെ പേരിൽ നാട് കടത്തുകയും ചെയ്തു. നവാബിനെ നാട് കടത്തിയ വ്യാപകമായി വിഷാദത്തിൽ ഒരാൾ എഴുതി, പ്രാണൻ ശരീരം വിട്ട് പോയി, ഈ പട്ടണത്തിൻ്റെ ശരീരം നിർജീവമായി അവശേഷിക്കുന്നത്. അവധിലെ രാജാവിനെ ദുർഭരണത്തിൻ്റെ പേരിൽ കൊൽക്കട്ടയിലേക്ക് നാട് കടത്തിയിരുന്നു. അപ്പോൾ അതിനെ അവിടുത്തെ ഒരു എഴുത്തുകാരൻ എഴുതാണ്, പ്രാണൻ എന്ത് ചെയ്തു? ശരീരം വിട്ടു. പിന്നെ കലാപത്തിൻ്റെ ചിത്രീകരണങ്ങൾ രക്ഷകരെ പ്രശംസിക്കുന്നു. ഒന്ന് എന്താണ്? തോമസ് ജോൺസ് ബാർക്കർ 1857 വരച്ച റിലീസ് ഓഫ് ലക്നൗ. തോമസ് ജോൺസ് ബാർക്കർ 1859 വരച്ച റിലീസ് ഓഫ് ലക്നൗ പിടിച്ചടക്കൽ. ഇനി ഇംഗ്ലീഷ് വനിതകളും ബ്രിട്ടന്റെ ബഹുമതിയും, ജോസഫ് നോയൻ പേറ്റൺ വരച്ച ഇൻ മെമ്മോറിയം. പിന്നെ മിസ് കാൺപൂരിലെ അക്രമകാരികളായ കലാപകാരികളെ വധിച്ചുകൊണ്ട് തൻ്റെ മാനം കാക്കുന്ന മിസ് വീലറിൻ്റെ ചിത്രം. പ്രതികാരവും തിരിച്ചടിയും എന്നുള്ളത്. നീതി ദേവത, ഒരു കൈയിൽ വാളും മറുകയിൽ പരിചയമായി നിൽക്കുന്ന ശിപ്പായിയെ തൻ്റെ കാൽക്കീഴിലിട്ട് ചവിട്ടി മെതിക്കുന്ന നീതി ദേവതയുടെ ചിത്രം. ഇനി ഭീതിയുടെ ആവിഷ്കാരം. ഇത് നമുക്ക് പറയാനുള്ളത് പെഷവാറിലെ കലാപകാരികളെ വധശിക്ഷ നടപ്പിലാക്കുന്ന ചിത്രം. പെഷവാറിലെ 12 കലാപകാരികളെ വധശിക്ഷയ്ക്ക് നടപ്പിലാക്കുന്ന ചിത്രം. പിന്നെ കരുണ കാട്ടാനുള്ള സമയമല്ല, അത് ആരുടെ ദേശമാണ്?
കാനിം പ്രഭുവിനെ കുറിച്ച് പറയുന്നത്. ഒരു കയ്യിൽ വാളും മറുകൈയിൽ പരിചയമായി നിൽക്കുന്ന ഒരു ശിപ്പായുടെ തലയിൽ ഒരു പിതാവിനെ പോലെ കൈവച്ച് അനുഗ്രഹിക്കുന്ന കാനിം പ്രഭുവിൻ്റെ ചിത്രം. ഒരു കയ്യിൽ വാളും മറുകൈയിൽ പരിചയമായി നിൽക്കുന്ന ശിപ്പായുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന കാനിം പ്രഭുവിൻ്റെ ചിത്രം. ഇത് എന്താണ്, ബ്രിട്ടീഷിൻ്റെ ഒരു കലാചിത്രങ്ങളാണ്. കരുണ കാട്ടാനുള്ള സമയമല്ല. ഇത് എന്താണ്, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ കലാപം ഉണ്ടാക്കി വരുമ്പോഴും അന്നത്തെ ഇന്ത്യയിലെ അവിടുത്തെ ഭരണാധികാരിയായിരുന്ന കാനിം പ്രഭു യാതൊരു തരത്തിലും ഇന്ത്യക്കാർ കലാപം ഉണ്ടാക്കിയെങ്കിലും ഇന്ത്യക്കാരെ ഉപദ്രവിക്കാൻ, അതായത് ഇന്ത്യക്കാർക്കെതിരെ കലാപം നടത്താൻ അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്നു കാനിം പ്രഭു. എന്നിട്ട് പോലും അയാൾക്ക് താല്പര്യമില്ലായിരുന്നു. അതിനെ ബ്രിട്ടീഷുകാർ കളിയാക്കിയതാണ് ഒരു കയ്യിൽ വാളും മറുകൈയിൽ പരിചയമായി നിൽക്കുന്ന ശിപ്പായുടെ തലയിൽ കൈ വെച്ച് അനുഗ്രഹിക്കുന്ന കാനിം പ്രഭു. അതായത് തന്നെ ഒരു കയ്യിൽ വാളും മറുകൈയിൽ പരിചയമായി തന്നെ കൊല്ലാൻ വരുന്ന കാനിം പ്രഭു തന്നെ കൊല്ലാൻ എന്ത് ചെയ്യുകയാണ്, ഒരു ശിപ്പായി വരികയാണ് ഒരു കയ്യിൽ വാളും മറുകൈയിൽ പരിചയമായിട്ട്. അപ്പോൾ കാനിം പ്രഭു എന്ത് ചെയ്യാണ്, അയാളെ ഒരു തലയിൽ കൈ വെച്ച് അനുഗ്രഹിക്കുന്നതായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇനി ദേശീയതപരമായ ചിത്രങ്ങൾ. ഒന്നാം സ്വാതന്ത്ര്യ, ഞാൻ ആദ്യമേ പറഞ്ഞു ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. ഝാൻസി റാണിയുടെ കയ്യിൽ വാളുമേന്തി കുതിരപ്പുറത്ത് പാഞ്ഞു പോകുന്ന ഝാൻസി റാണിയുടെ ചിത്രം. കയ്യിൽ വാളുമേന്തി കുതിരപ്പുറത്ത് പാഞ്ഞു പോകുന്ന ഝാൻസി റാണിയുടെ ചിത്രം. ഇനി അടുത്ത പാഠം മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ടെന്ന്. ഗാന്ധിജിയുടെ ആദ്യകാല സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം 1917, അഹമ്മദാബാദ് മിൽ സമരം, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് 1918, ഒന്ന് ഗേദ സത്യാഗ്രഹം 1918. അപ്പം ഒന്ന് നിസ്സഹകരണ പ്രസ്ഥാനം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ് നിസ്സഹകരണപ്പെടുന്നത്. റൗലറ്റ് നിയമം 1919 റൗലറ്റ് ആക്ട് പാസ്സാക്കിയത്. ജസ്റ്റിസ് സിഗ്നിയാണ് റൗലറ്റ് ആക്ട് നടപ്പിലാക്കിയത്. ഏതൊരു വ്യക്തിയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനുള്ള ഏത് വ്യക്തിയും വിചാരണ കൂടാതെ തടവിലാക്കാമെന്ന് ഈ നിയമത്തിലൂടെ റൗലറ്റ് ആക്ടിനെതിരെ ഗാന്ധിജി രാജ്യവ്യാപകമായി പ്രതിഷേധിച്ചു. ഒന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 1919 ഏപ്രിൽ 13 വലിയൊരു ജനക്കൂട്ടം പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ തടിച്ചുകൂടി. ദേശീയ നേതാക്കളായ ഡോക്ടർ കിച്ചുലു, ഡോക്ടർ സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തു. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു, ജസ്റ്റിസ് സിഗ്നി എന്ത് ചെയ്തു, റൗലറ്റ് ആക്ട് നടപ്പിലാക്കിയില്ല. അപ്പോൾ റൗലറ്റ് ആക്ട് നടപ്പിലാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു, ഈ റൗലറ്റ് ആക്ടിലൂടെ എന്ത് ചെയ്തു, വിചാരണ കൂടാതെ ആരെ അറസ്റ്റ് ചെയ്യാമെന്നാണ് ജസ്റ്റിസ് സിഗ്നി പറഞ്ഞത്. അപ്പോൾ ആ നിയമത്തിലൂടെ ഡോക്ടർ കിച്ചുലു, ഡോക്ടർ സത്യപാലെ എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്തു. ഇതിനെതിരെ എന്ത് ചെയ്തു, ജാലിയൻ വാലാബാഗിൽ ഒരു വലിയൊരു ജനസംഖ്യ സമരത്തിനിറങ്ങി. 100-ലേറെ പേർ കൊല്ലപ്പെട്ടു. ബ്രിട്ടീഷുകാർ വെടിയുതിർത്തൽ നടത്തിയപ്പോൾ 100-ലേറെ പേർ കൊല്ലപ്പെട്ടു. ഇനി നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ക്രിയാത്മകവും നിഷേധാത്മക പരിപാടികൾ. ക്രിയാത്മക പരിപാടി സ്വദേശി പ്രചരണം, അയിത്തോച്ചാടനം, ഹിന്ദു മുസ്ലിം ഐക്യം വളർത്തൽ, മദ്യനിരോധനം, വിദ്യാഭ്യാസത്തിൻ്റെ ദേശസൽക്കരണം എന്നിങ്ങനെ കുറച്ച് പോയിന്റുകളുണ്ട്. അത്രയേ ഉള്ളൂ. നിഷേധാത്മക പരിപാടികൾ. ഗവൺമെൻറ് ബ്രിട്ടീഷുകാരുടെ എല്ലാ പരിപാടികൾ നിഷേധിക്കുന്നത്. ഒന്ന് ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോടതികൾ, നിയമ നിർമ്മാണ സഭകൾ തുടങ്ങിയവ ബഹിഷ്കരിച്ചത്. ഇപ്പോൾ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്നത്തെ കാലത്ത് ഗവൺമെൻറ് സ്കൂൾ ഉണ്ടായിരുന്ന. പിള്ളേർ ഗവൺമെൻറ് സ്കൂളുകൾ ബഹിഷ്കരിച്ചു. ബ്രിട്ടീഷ് കോടതികൾ, വക്കീലുമാർ ബഹിഷ്കരിച്ചു. ഔദ്യോഗിക ചടങ്ങുകൾ ബഹിഷ്കരിച്ചു. വിദേശ വസ്ത്രങ്ങളും മറ്റ് ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിച്ചു. അത് വിദേശത്തെ ഡ്രസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ബഹിഷ്കരിച്ചു. ഗവൺമെൻറ് ഉദ്യോഗങ്ങൾ, കീർത്തി മുദ്രകൾ, പദവികൾ, സ്ഥാനമാനങ്ങൾ എന്നിവ നിഷേധിച്ചു. നികുതി നിഷേധിച്ചു. അതായത് അന്നത്തെ കാലത്ത് ഒരുപാട് വലിയ പ്രശസ്തി, ഒരുപാട് ഇന്ത്യയിലെ വലിയ ആൾക്കാർക്ക് ബ്രിട്ടീഷുകാർ ബഹുമതിയൊക്കെ നൽകിയിരുന്നു. ആ ബഹുമതി തിരിച്ചു കൊടുത്തു വരെ പ്രതിഷേധിച്ചു. ഇതിൻ്റെ ഭാഗമായി നിസ്സഹകരണ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ഗവൺമെൻറ് എല്ലാ മർദ്ദന മുറിവുകളും സ്വീകരിച്ചു. എന്നാൽ സമരം ശക്തമായി മുന്നോട്ട് പോയി. ബ്രിട്ടീഷുകാർ ഏത് തരത്തിൽപ്പെട്ട നിയമ നടപടികളും സ്വീകരിച്ചിരുന്നു ഇതിനെതിരെ. പക്ഷെ എന്നാൽ സമരം ശക്തമായതിനാൽ നിസ്സഹകരണ പ്രസ്ഥാനം മുന്നോട്ട് പോയി. അതിന് ചൗരി ചൗരാൻ സംഭവം. ഈ ചൗരി ചൗരാൻ സംഭവത്തിലോട് കൂടിയാണ് നിങ്ങൾക്ക് ഞാനൊരു കാര്യം ചോദിക്കുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എസ് എ മാർക്കിന് വരെ ചോദിക്കാൻ സാധിക്കും. 8 മാർക്കിൻ്റെ എസ് എ മാർക്കിന് ചോദിക്കാൻ വേണ്ടി നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് 100% എന്തായാലും നിങ്ങൾക്ക് പരീക്ഷാ പേപ്പറിൽ കാണുന്ന ചോദ്യമാണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ചൗരി ചൗരാൻ സംഭവത്തോടു കൂടിയാണ് നിസ്സഹകരണ പ്രസ്ഥാനം അവസാനം. 1922 ഫെബ്രുവരിയിൽ ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ കർഷകർ നടത്തിയ ഒരു ജാഥയ്ക്ക് നേരെ പോലീസ് വെടിയുയർത്തിയതോടെ അക്രമം പൊടിപാറപ്പെട്ടത്. കുപിതരായ ഒരു സംഘം കർഷകർ ചൗരി ചൗരയിലെ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും തീ വെക്കുകയും ചെയ്തു. നിരവധി പോലീസുകാർ കൊല്ലപ്പെട്ടു. 22 പോലീസുകാർ കൊല്ലപ്പെട്ടതായിട്ട് കണക്കാക്കുന്നത്. ഇതെന്ത് ചെയ്തു, ഗാന്ധിജി നമ്മുടെ ഈ മഹാത്മാഗാന്ധിജി എന്ന് പറഞ്ഞാൽ അഹിംസയൊക്കെ മുന്നോട്ട് വെക്കുന്നൊരു വ്യക്തിയായിരുന്നു നമ്മുടെ മഹാത്മാഗാന്ധി. അപ്പം ഈ 22 പോലീസുകാരെ കൊലപ്പെടുത്തിയത് ആർക്ക് എന്ത് ചെയ്തില്ല, ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഗാന്ധിജി എന്ത് ചെയ്തു, ഒരു അഹിംസാവാദിയാണ്. കൊല്ലരുത്, നമ്മൾ സമാധാനത്തിൻ്റെ മാർഗത്തിലാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ എന്ത് ചെയ്തു, ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം എന്ത് ചെയ്തു, വിഡ്രോ ചെയ്തു.
നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ ജയിലിൽ അടയ്ക്കപ്പെട്ടു. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഗാന്ധിജി അറസ്റ്റ് ചെയ്തു. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഗാന്ധിജീനെ എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്തു. എന്നാൽ അന്നത്തെ ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തോട് ഈ ചൗരി ചൗരാൻ സംഭവത്തിൽ എന്ത് ചെയ്തു, 20 പോലീസുകാരെ കൊല്ലപ്പെടുത്തിയതോട് കൂടിയിട്ടാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വിഡ്രോ ചെയ്യുന്നത്. അതിന് കാരണം ഗാന്ധിജി എന്ത് ചെയ്തു, ഒരു അഹിംസാ പ്രിയനായിരുന്നു, സമാധാനവാദിയായിരുന്നു. അപ്പോൾ നമ്മൾ കൊല്ലപ്പെടുത്തരുത്, നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാരെ പോലെ അക്രമത്തിന്റെ മാർഗത്തിൽ പോകാതെ ഇത് നമ്മൾ അഹിംസയിലൂടെ നമ്മൾ നേടിയെടുക്കണമെന്ന് അത് ഗാന്ധിജിക്ക് 22 പോലീസുകാരെ കൊലപ്പെടുത്തി ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ നിസ്സഹകരണ പ്രസ്ഥാനം വിഡ്രോ ചെയ്തു, പിൻവലിച്ചു ഗാന്ധിജി. അടുത്തത് സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ് ഉപ്പു സത്യാഗ്രഹം. നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അത് പഠിക്കാവുന്നതാണ്. ഇതിന് ദണ്ഡി യാത്ര അത് നിങ്ങൾ പഠിച്ച് വെക്കേണ്ടതാണ്, ചോദിക്കാം. തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, പിന്നെ 1857 കല, അത് നമ്മൾ പറഞ്ഞതാണ്. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മെയിനായിട്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എന്തായാലും നല്ലൊരു പരീക്ഷ ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മോഡൽ എക്സാമിനായാലും പബ്ലിക് എക്സാമിനായാലും നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടും. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അറിയിപ്പുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. അപ്പോൾ പഠിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ജയിക്കാനല്ല, ഒരു മിനിമം ഒരു 80 മാർക്കിൻ്റെ എക്സാമിൽ, ഞാൻ ഇപ്പോഴും പറഞ്ഞ 80 മാർക്കിൻ്റെ എക്സാമിൽ ഒരു 60 മാർക്കിനുള്ള വകയും ഞാൻ ആക്കി തന്നിട്ടുണ്ട്. ഈ ചോദ്യം ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു, ഈ പറഞ്ഞ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചില്ലെങ്കിൽ, പരീക്ഷാ പേപ്പറിൽ ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ തെറി വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കരിയർ, ദ ഫൗണ്ടർ ഓഫ് കരിയർ ഫോർ ദ കരിയർ അക്കാദമി. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.